നമ്മുടെ ചെയർപേഴ്സൺ ഫൗസിയ മേഡം, നമ്മുടെ 1ാം വാർഡ് മെമ്പർ മണിയമ്മ മോഹൻ, നമ്മുടെ CDS മെമ്പർ വസന്ത ചേച്ചി, നമ്മുടെ ADS പ്രസിഡന്റ് സതി ചേച്ചി, നമ്മുടെ മുൻ മെമ്പർ രവീന്ദ്രൻ, അങ്ങനെ മറ്റേ നമ്മുടെ സ്നേഹനിധിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ അജീഷ് സാർ, മുൻ പ്രസിഡന്റ്, പിന്നെ നമ്മുടെ കുടുംബശ്രീ എല്ലാ കുടുംബശ്രീ പ്രസിഡന്റ്, സെക്രട്ടറി, നമ്മുടെ മേറ്റുമാര്, ആശാ വർക്കർമാര്, നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗൻവാടി ടീച്ചർ, പിന്നെ നമ്മുടെ ഇതിന്റെ ഒരു പ്രോഗ്രാം നടത്താനെത്തിയ നമ്മുടെ ഉദയാഞ്ജന കൈത്താളം ടീം, നമുക്കിവിടെ നാടൻപാട്ട് അവതരിപ്പിക്കുന്ന രാജഗോപാലൻ ടീം, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം, സ്നേഹത്തോടെ ഇവരെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ പറഞ്ഞതാണ്, അതിലുപരിയായിട്ട് ഞാനും കൂടെ പറയുവാണ്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ടീച്ചർ സംസാരിച്ചു. എല്ലാവരും ഇങ്ങനെ ഒരു ഒത്തുകൂടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഭിന്നിപ്പുണ്ടായെങ്കിൽ പോലും ഇങ്ങനെ ഒരു പെട്ടെന്ന് ആദ്യം നമ്മളൊരു ചർച്ച എടുത്ത് ഇങ്ങനെ ഒരു ആഡംബരമായിട്ടൊന്നും നടത്തുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ പോയതാണ്. പക്ഷെ നമുക്ക് അതിനെല്ലാം മുൻതൂക്കം തന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് അജീഷ് സാറാണ്. അങ്ങനെയല്ല, നല്ലൊരു പ്രോഗ്രാം നടത്തണം, നല്ല രീതിയിൽ എല്ലാവരോടും എപ്പോഴും കുറച്ച് സമയമെങ്കിലും നമ്മൾ എല്ലാവരോടും ഒത്തുകൂടി സന്തോഷിക്കണം, അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പിന്നെ ടീച്ചറും വസന്തേച്ചിയൊക്കെ ആയിട്ടൊരു ഇതിലെത്തി. അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ള അയൽക്കൂട്ടക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. എല്ലാവരും നല്ല ഉത്സാഹത്തോടെ നമ്മളോടൊക്കെ ഒപ്പം സഹകരിക്കുകയും എല്ലാവരും ഒരു സന്തോഷത്തില് ഒരു ഓണാഘോഷം പോലെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ടാടുന്നത്. അതിലെല്ലാവർക്കും സന്തോഷം. പിന്നെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നമുക്ക് ഉദ്ഘാടനം നടത്താൻ, പ്രോഗ്രാം നടത്താൻ ആൾക്കാർ വന്ന് നിൽക്കുന്നു. അപ്പം അത്രയും സമയം കിട്ടാതെ പോകും. അതുകൊണ്ട് നമുക്ക് ഞാൻ 5 വർഷത്തിന് ചെയ്ത കാര്യങ്ങൾ ഒന്നും ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ രീതിയിൽ എഴുതാനൊന്നും പറ്റിയില്ല. ആ ഒരു തിരക്കിനിടയിൽ ഇന്നലെയും ഒത്തിരി താമസിച്ചാണ് വന്നത്. അങ്ങനെ അതിനൊരു രീതിയിലൊരു ഓർമ്മയും നിൽക്കുന്നില്ല. കുറേയൊക്കെയാണ് ഓർമ്മയുള്ളത്. മിക്കവാറും ഉള്ളതെല്ലാം നിങ്ങൾക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. അവരവരുടെ വീടിന്റെ ഫ്രണ്ട് വശത്ത് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ ഓർക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം അതിനെപ്പറ്റി. ഇപ്പൊ നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്നേഹനിധിയായ നമ്മുടെ എല്ലാമായ എനിക്കൊരു സപ്പോർട്ടായിരുന്നു. ഞാൻ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ താമസിച്ചിരുന്നാലും എല്ലാം എന്നെ ഒരു ചേച്ചിക്ക് തുല്യം എന്താ പറയാ, അതിനും അപ്പുറമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ പ്രസിഡന്റ് മാത്രമല്ല ബാക്കിയുള്ള അതിലൊത്തിരി അഭിമാനമുണ്ട്. നിങ്ങൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് കൊണ്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥരായാലും അവിടെയുള്ള മറ്റ് മെമ്പേഴ്സ് ആയാലും എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോഴായാലും അവർക്കൊരു എന്നെ സ്നേഹിക്കുകയും ഒരു പ്രത്യേക ഒരു പരിഗണന എനിക്ക് തരുന്നുണ്ട്. അതിലേക്ക് ഒത്തിരി അഭിമാനമുണ്ട്. എനിക്ക് അതിന് അർഹതപ്പെട്ടത് നിങ്ങൾ തന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അതിന്റെ നന്ദി കടപ്പാടും എന്നും എന്റെ ഈ 2ാം വാർഡിലുള്ള എല്ലാവരോടും ഉണ്ട്. നമ്മളെ എന്തെങ്കിലും അനാവശ്യ കയർത്ത് ഞാൻ അങ്ങനെ പൊതുവെ പലരോടും അങ്ങനെ കയർത്ത് സംസാരിക്കാറില്ല. എങ്കിൽ പോലും എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരോടും ഞാൻ ഈ വേദിയിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇനി നമ്മൾ 1 മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. നിങ്ങളിലെല്ലാം ഒരുപാടായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ അന്ന് എനിക്ക് 5 വർഷത്തിന് മുൻപ് തന്ന ആ സ്നേഹം ഇനി എനിക്ക് ഈ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ അതുപോലെ എനിക്ക് തിരിച്ചു തരണം. ഞാൻ നിങ്ങൾക്കും അങ്ങോട്ട് തിരിച്ചു തരുന്നതായിരിക്കും. ഇനി ഇപ്പൊ നമുക്ക് ഉദ്ഘാടനത്തിന് സ്നേഹനിധിയായ നമ്മുടെ പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു.
ചേച്ചി ടീച്ചറും ചേച്ചിയും കൂടെ കഴിക്കും. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ, ഈ വാർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി ഷീജ കൃഷ്ണൻ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ CDS ചെയർപേഴ്സൺ ശ്രീമതി ഫൗസിയ, ജനകീയാസൂത്രണത്തിന്റെ ജില്ലാ ഫെസിലിറ്റേറ്റർ ശ്രീ AR അജീഷ് കുമാർ, 1-ാം വാർഡിന്റെ മെമ്പറും ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി മണിയമ്മ മോഹൻ, കഴിഞ്ഞ CDSലെ ചെയർപേഴ്സണായിട്ടിരിക്കുകയും ഇപ്പോൾ 1-ാം വാർഡിന്റെ CDS മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി അജു ബിജു, ഏറ്റവും പ്രിയപ്പെട്ട രാധാമണി ടീച്ചർ, പ്രിയമുള്ള സതി ടീച്ചർ, വസന്ത ചേച്ചി, ബഹുമാനായ രവീന്ദ്രൻ മെമ്പർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബശ്രീയുടെ പ്രവർത്തകർ, ഈ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള ഏറ്റവും പ്രിയമുള്ളവരെ, കൊച്ചു കുഞ്ഞുങ്ങളെ, അതോടൊപ്പം തന്നെ കലാപരിപാടിയെ അവതരിപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനരെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ. പ്രത്യേകിച്ച് വളരെ മനോഹരമായ സെറ്റ് സാരിയിലൊക്കെ ഈ കാലാവസ്ഥയാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഘോഷമാണ്, ഭംഗിയായി പോകണം എന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹവും സന്തോഷവും ഒക്കെയാണ് നിങ്ങളുടെ വേഷവിധാനത്തിലും കാണാൻ സാധിക്കുന്നത്. അതിലൊക്കെയുള്ള വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഇവിടെ വന്നപ്പോൾ തന്നെ ഈ വലിയ സദസ്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പ്രത്യേകിച്ച് കാലാവസ്ഥ ഇടവിട്ടുള്ള മഴയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം നമ്മൾ നോക്കിയിരിക്കുകയാണ് പോകാനിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കാലാവസ്ഥയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് എത്തണം, നമ്മുടെ കുടുംബശ്രീയുടെ പരിപാടിയാണ് എന്നുള്ളൊരു വലിയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുകയും കൂട്ടായിരിക്കുകയും ഒക്കെ ചെയ്ത നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വാർഡിലെ ADSന്റെ പ്രവർത്തകർ, വാർഡ് മെമ്പർ അടക്കമുള്ളവർ, അവരെല്ലാം ക്രിയാത്മകമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ മനോഹരമായ ഒരു വേദി ഇവിടെ ഒരുക്കാൻ സാധിച്ചത്. അപ്പോൾ അവരുടെയും ഒക്കെ കഠിനാധ്വാനം ഈ ഒരു വേദി ഇവിടെ ഒരുക്കിയതിന് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട്, കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു. കുടുംബശ്രീയെ സംബന്ധിച്ച് ഏതാണ്ട് 27 വർഷക്കാലം മുമ്പ് കുടുംബശ്രീ രൂപീകരിക്കുമ്പോഴുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഒന്നുമല്ല ഇപ്പോൾ. വീടുകളിൽ നിന്ന് ആളുകളെ തിരിച്ചിറക്കിക്കൊണ്ട് വരേണ്ട സാഹചര്യം ഒന്നും ഇപ്പോഴില്ല. അന്ന് നേരിടുന്ന പ്രതിസന്ധികളൊന്നും ഇപ്പോൾ നമുക്ക് നേരിടേണ്ടതായി വരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പം, ഈസിലി ആക്സസബിൾ ആയിട്ട് ഇത്തരം സംഘടനാ സംവിധാനങ്ങളിലേക്ക് വരുവാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നിലവിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുണ്ടായി വരാൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് മുൻപേ സഞ്ചരിച്ച കുറേ ആളുകൾ എടുത്ത തീവ്രമായ പരിശ്രമം കൊണ്ടാണ്. ഒരുപക്ഷെ ആദ്യകാലത്ത് കുടുംബശ്രീ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ പല ആളുകളും ഒരുപാട് രീതിയിലുള്ള ആരോപണങ്ങൾ ഒക്കെ കേട്ടിട്ടാണ്, അല്ലെങ്കിൽ പല